നിർമ്മൻ ചക്രവർത്തിയിലേക്ക് പോവുകയാണ്. നിശബ്ദ പ്രചാരണത്തിലും അവസാനത്തെ വോട്ടുറപ്പിക്കാൻ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാണ്. ഗൃഹസന്ദർശനത്തിനാണ് സ്ഥാനാർത്ഥികൾ ഇന്നത്തെ ദിവസം പ്രാധാന്യം നൽകുന്നത്. അതേസമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിവാദങ്ങളും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് UDFും BJPയും. സമഗ്ര വിവരങ്ങൾ ഇപ്പോൾ നിർമ്മൻ ചക്രവർത്തി പാലക്കാട് നിന്നും പങ്കുവയ്ക്കും. നിർമ്മൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിന്റെ ഒപ്പം ഒരു ചെറിയ ക്ഷീണമൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാരുടെ ഒക്കെ മുഖത്ത് കാണാം. സ്വാഭാവികമാണ്. അതെങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് ദിവസം കൂടി വിശ്രമമില്ല എന്നുള്ളതാണല്ലോ അതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും നിർവൻ ഇപ്പോൾ ഈ ആമുഖമായി പ്രേക്ഷകരോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം നിശബ്ദ പ്രചാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പി സരിൻ രാവിലെ ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ്. അതിനൊപ്പം തന്നെ UDF BJP ക്യാമ്പുകളെ ഇതൊക്കെയും കടുത്ത സമ്മർദ്ദത്തിലും ആശങ്കയിലും ആക്കിയിട്ടുണ്ട്. ഈ പരസ്യപ്രചാരണ രംഗത്തെ അവരുടെ കൂട്ടലുകൾ പലതും വലിയ വിവാദമാക്കി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയും മണ്ഡലത്തിൽ അഡ്രസ്സ് ചെയ്യാതിരിക്കാനുള്ള, വികസനം അടക്കമുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെയും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ പി സരിന് ലഭിക്കുന്ന സ്വീകാര്യത വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ടോ UDF BJP ക്യാമ്പുകളെ? തീർച്ചയായും കാവ്യ മുഖവരായി സൂചിപ്പിച്ചതുപോലെ ഈ 35-ാമത്തെ ദിവസമാണ് ഈ ശബ്ദപ്രചരണം കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോയി. നമ്മൾ കൈരളിയുടെ ഫുൾ ടീം കാവ്യയും ഒപ്പം ഇവിടെ പാലക്കാടുള്ള പ്രചരണത്തിലും രാവിലത്തെ മോർണിംഗ് ഷോയിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ജനങ്ങളെ നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശമൊക്കെ കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിൽ സജീവമായി നമ്മളും സജീവമായി നിൽക്കുകയാണ്. രാവിലെ ഈ സ്ഥാനാർത്ഥി പി സരിൻ്റെ ഓട്ടം കൈരളിയുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. അദ്ദേഹം ഒരിടത്തും നിൽക്കില്ല, വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന് ഒരു പ്രതികരണം എടുക്കുകയൊക്കെ തന്നെ ശ്രമകരമായ ഉദ്യമമാണ്. അദ്ദേഹം അത്ര വേഗം ഏറ്റവും കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമമാണ് സരിൻ നടത്തിയത്. അദ്ദേഹം വാഹനത്തിൽ ഇരിക്കുമ്പോഴും വാഹനം മൂവ് ചെയ്യുമ്പോഴും വോട്ടർമാരോട് വിളിച്ചു പറഞ്ഞ്, രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞ് വോട്ട് ചെയ്യണം, പാലക്കാടൊരു മാറ്റം വേണം, അതിനുവേണ്ടി പി സരിൻ എന്ന LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതിനാണ്. അതുകൊണ്ട് കഴിഞ്ഞ 3 തവണകളായി മത്സരിച്ച് ഇവിടെ പാലക്കാടിന് എന്ത് ചെയ്തു എന്ന രാഷ്ട്രീയ ചോദ്യം ഓരോ തവണയും വാഹനത്തിൽ ഇരുന്ന് പോലും അടുത്തുകൂടെ സഞ്ചരിക്കുന്ന ആളോട് ആ വാഹനം മൂവ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് സരിൻ്റെ ശബ്ദമൊക്കെ വളരെ രീതിയിൽ ഇടയ്ക്ക് പോവുകയും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സജീവമാണ്. കൊട്ടിക്കലാശത്തിലും ആ ഒരു വൈബ് സ്ഥാനാർത്ഥി നടത്തിയ ഇടപെടലിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് പ്രവർത്തകരിലും ഈ അണികളിലും ഒക്കെ കണ്ടതാണ്. അത് നമ്മൾ പ്രേക്ഷകർ മുഴുവൻ പങ്കുവച്ചതാണ്. ഇനി ഉള്ള ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം, ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ അടിയൊഴുക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു ദിവസമാണ്. പലതരത്തിലുള്ള സ്വാധീനങ്ങളുമായി വോട്ടർമാരെ ചിലർ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്, അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകം ടൂറിസ്റ്റ് ബസ്സുകളുടെ അടക്കം വോട്ടർമാരെ എത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നമ്പറടക്കമുള്ള പ്രൊമോഷൻ കാർഡുകൾ ഈ പറയുന്ന അറേഞ്ച് ചെയ്തിട്ടവർക്ക് അയച്ചു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റടക്കം പട്ടിക അടക്കം നമുക്ക് ലഭിച്ചതാണ്. അങ്ങനെ ഒപ്പം തന്നെ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പിരിറ്റ് പിടിച്ച വ്യാജമദ്യം പിടിച്ച ഒരു സംഭവം ഉണ്ടായി, പണം കൊണ്ടുവരുന്ന സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നണികൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കും. ഒപ്പം തന്നെ ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ മുന്നണിയുടെ മുന്നണികൾക്ക് വേണ്ടി രഹസ്യമായി ചില നീക്കുപോക്കുകൾ, അടിയൊഴുക്കുകൾ ഉണ്ടാക്കുന്ന ശ്രമമൊക്കെ നടത്തുന്ന ഒരു ദിവസമാണ് ഈ നിശബ്ദ പ്രചരണത്തിനാണ്. അതുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങൾ, പരസ്യമല്ലാതെ രഹസ്യമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ പല കേന്ദ്രങ്ങളിലും ഒരുങ്ങിയിട്ടുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് പാലക്കാട് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി വോട്ടർമാരോട് നേരിട്ട് പറയുന്നത്, ഞാൻ പി സരിൻ വർഷങ്ങളായി ഈ പറഞ്ഞ സിവിൽ സർവീസ് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മേഖലയൊക്കെ വിട്ട് സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് എന്തുകൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയം വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു, വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു, അതിനൊരു വോട്ടാണ് എന്നാണ് സരിൻ ചോദിച്ചത്. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പാലക്കാട് നടത്തിയ 6 പൊതുയോഗങ്ങളും ആവർത്തിച്ചത് കേരളത്തിൻ്റെ ഭരണമികവ്, അതിനൊപ്പം കേരളത്തിൻ്റെ പൊതു സാഹചര്യത്തിനൊപ്പം പാലക്കാട് ഇനി ഉണ്ടാകണം. അതുകൊണ്ട് ഈ പാലക്കാടിൻ്റെ വികസനത്തിന് മറ്റ് അസംബ്ലി മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പാലക്കാടിൻ്റെ പിന്നോട്ട് പോക്കിന് എന്താണ് കാരണം? അത് UDF തുടർച്ചയായി വിജയിക്കുന്നു, മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതിൽ ഒരു മാറ്റമുണ്ടാകണം, അതിനുവേണ്ടിയാണ് സരിന് വോട്ട് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെ കരുതാൻ കാവ്യം. പക്ഷേ
UDFനെയും ബി ജെ പിയും അലട്ടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നു. അതൊന്ന് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, രണ്ട് മുന്നണികളെയും ബാധിച്ചിട്ടുണ്ട്. അതിൽ മുന്നണിയിലെടുത്ത സമീപനങ്ങളുടെ അവസാന തിരിച്ചടിയാണ് സന്ദീപ് വാര്യർ എന്ന വർഗീയ വിഷം ചീറ്റുന്ന RSSൻ്റെ മറ്റ് മതങ്ങളെ വിദ്വേഷ പ്രസംഗങ്ങളടക്കം നടത്തിയ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കണം, അവരെ കൊന്നൊടുക്കണമെന്നടക്കം ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരാളിനെ കാവി ഉപേക്ഷിച്ച് ഖദർ ധരിക്കാൻ ഒരു ദിവസം കൊണ്ട് കൈകൊടുക്കാൻ KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തെരഞ്ഞെടുപ്പിൻ്റെ 4 ദിവസങ്ങൾക്ക് മാത്രം അവശേഷിക്കുക ചെയ്തു എന്നതാണ്. അത് പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് നിർണായകമായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. അത് BJPയുടെ ഏറ്റവും RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ, എക്സ്ട്രീം മുഖമായ ഒരു നേതാവിനെ UDFൽ എത്തിക്കുക വഴി അതിൻ്റെ ഒരു ആഭ്യന്തര സംഘർഷം UDFനെ വലയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ BJPയും വലയ്ക്കുന്നുണ്ട്. കാവ്യ. ശരി, നിർഭൻ ചക്രവർത്തിയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.